വിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് പ്രിയ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. 2022 ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. ഞാനിവിടെ വിസിറ്റിന് പോയതായിരുന്നു. ജോലി അന്വേഷിച്ച് പോയി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടി. അതൊരു സ്ഥിരമായ ജോലിയൊന്നും അല്ലായിരുന്നു. ഞാൻ പഠിച്ചത് ഫാം ഡി ആണ്, ഡോക്ടർ ഓഫ് ഫാർമസി. ഫാം ഡി പഠിച്ചിട്ട് എനിക്കവിടെ കിട്ടിയതൊരു കുഴപ്പമില്ലാത്തൊരു പോസ്റ്റാണ്. പക്ഷേ ഞാൻ പഠിച്ചതുമായി അതിന് വലിയ ബന്ധമില്ലായിരുന്നു. മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ മൂക്കിൽ നിന്നിങ്ങനെ ബ്ലീഡിങ് ഉണ്ടായി. ഓഫ് കോഴ്സ് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുമ്പം നമുക്ക് എല്ലാത്തിനും ഭയങ്കര സംശയമായിരിക്കും. അങ്ങനെ എനിക്കും പല കാര്യങ്ങളായിട്ട് എനിക്ക് ഭയങ്കര ചിന്തയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോഴാണ് ഞാനിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ എനിക്കറിയായിരുന്നു ഇങ്ങനെ കൃപാസനം ഉണ്ട്, കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. ഇങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നൊക്കെ ഒരു മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7 ദിവസം ഇങ്ങനെ നിന്നു. ഞാൻ അവിടുത്തെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, ENT കൺസൾട്ട് ചെയ്തു. ENT പറഞ്ഞു അത് വലിയ പ്രശ്നമൊന്നുമില്ല, ക്ലൈമറ്റിൻ്റെ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്, അത് ചിലർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇത് അങ്ങനെ നിൽക്കുന്നില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കത് സ്ഥിരമായൊരു ജോലിയല്ല, എനിക്ക് ജോലി വേണം, ഞാൻ പഠിച്ച മേഖലയിൽ തന്നെ എനിക്കൊരു ജോലി വേണം എന്നെനിക്കൊരു നിർബന്ധമായിരുന്നു. അതിനെനിക്ക് DHA എക്സാമും പാസ്സാവണമായിരുന്നു. ഞാൻ ഒരു വട്ടം അവിടുന്ന് തന്നെ എഴുതി ട്രൈ ചെയ്തു, ഞാൻ ഫെയിലായി. ഞാൻ കോച്ചിങ് എല്ലാം എടുത്ത് പഠിച്ചതാണ്, ഞാൻ ഫെയിലായി. എന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ അവിടുന്ന് ജോബ് റിസൈൻ ചെയ്ത രീതിയിൽ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ നേരെ വന്നു. ഞാൻ കൃപാസനത്തിൽ വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് കിട്ടിയ തൈലം എൻ്റെ മൂക്കിൽ പുരട്ടുമായിരുന്നു. അത് പുരട്ടി ഞാൻ വേറെ ഒന്നും കാണിച്ചൊന്നുമില്ല, വേറെ എവിടെയും ഹോസ്പിറ്റലിലൊന്നും പോയൊന്നുമില്ല. ഒരു 1 മന്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്കത് ക്യൂറായി. ഞാൻ തൈലം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. എനിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയിൽ. നേരത്തെയും വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൂടുതൽ അതിൽ ആഴപ്പെടാൻ തുടങ്ങി. അതിനുശേഷം അതിലൊരു 2ാമത്തെ ഉടമ്പടി നിയോഗമായിട്ട് ഞാൻ വെച്ചതായിരുന്നു എൻ്റെ DHA എക്സാം. ഞാൻ പഠിപ്പിച്ചത് എൻ്റെ ഈശോപ്പച്ചനാണെങ്കിൽ എനിക്കതിന് എക്സാം പാസ്സായി നല്ലൊരു ജോലിയിൽ എത്തിക്കുക എന്നുള്ളതും അമ്മ ഏറ്റെടുക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ സാക്ഷ്യമായി 2ാമത്തെ ഉടമ്പടിയായിട്ട് ഞാൻ വെച്ചിരുന്നത് DHA എക്സാം ആയിരുന്നു. DHA എക്സാം ഞാൻ കോച്ചിങ്ങിനൊന്നും പോയില്ല, ഞാൻ തന്നെ വീട്ടിൽ ഇരുന്ന് പഠിച്ചു. ഞാൻ ഉടമ്പടിയിൽ നിലനിന്നു. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ ഉടമ്പടി ചെയ്തതിന് ശേഷം ഞാൻ ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതിരുന്നിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേൽക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും, അതിനുശേഷം നേരെ പള്ളിയിലേക്ക്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു, രോഗികളെ സന്ദർശിക്കുമായിരുന്നു. മറ്റുള്ളവരിലേക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതൽ എത്തിക്കാൻ ഞാൻ കൂടുതൽ ശ്രമിച്ചു. അങ്ങനെ ഞാൻ DHA എക്സാമിന് അറ്റൻഡ് ചെയ്തു. സാധാരണ 24 ഹവേഴ്സിനുള്ളിൽ എക്സാമിൻ്റെ റിസൾട്ട് വരും. ഞാൻ എക്സാം എഴുതിയ സമയത്ത് ഞാൻ സ്ക്രീനെ നോക്കുമ്പോൾ എനിക്കും അറിയുന്ന ഒന്നുമില്ല. എനിക്ക് ആകെ പേടിയായി, ഞാൻ എന്ത് ചെയ്യും, ഞാൻ അന്നേരം ഈ കയ്യിൽ നമുക്ക് ലോക്കറ്റ് കൃപാസന മാതാവിൻ്റെ കാശുരൂപം അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അവരത് അനലൈസ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു മെറ്റൽ ഡിറ്റക്റ്റിംഗ് കാണുന്നുണ്ടെങ്കിൽ അവരത് അഴിച്ചു വെപ്പിക്കും. ഞാനതെൻ്റെ ഉടുപ്പിൻ്റെ ഉള്ളിൽ വെച്ച് കൊണ്ടുപോയി അതിനുള്ളിൽ ചെന്നിട്ട് ഞാൻ അതിൻ്റെ കയ്യിലെടുത്ത് മുറുക്കി പിടിച്ചു. ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ച് ഇറങ്ങിയപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഫെയിലാണ്. എനിക്ക് അറിയില്ല, ഞാനൊന്നും എഴുതിയിട്ടില്ല, ഞാനൊന്നും പഠിച്ചതൊന്നും ഞാൻ അതിനകത്ത് കാണുന്നില്ല. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കൊന്ത ചൊല്ലിയതിനൊന്നും ഒരു കണക്കുമില്ല. മാതാവിനെ അത്രയ്ക്ക് ഞാൻ സൗകര്യം കെടുത്തി. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂർ കഴിഞ്ഞു, 72 മണിക്കൂർ കഴിഞ്ഞു, എൻ്റെ റിസൾട്ട് വരുന്നില്ല. ഞാൻ അവരെ വിളിച്ചോട് ചോദിക്കും, എന്താ എൻ്റെ റിസൾട്ട് വരാത്ത? അതറിയില്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ അവർ പറഞ്ഞു. എൻ്റെ റിസൾട്ട് വന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ആദ്യമായിട്ടാണ്. നോർമലി വിത്തിൻ 2 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 വീക്കെങ്കിലും പോയാലും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നത് 14 ഡേയ്സിന് ശേഷമാണ്. അതിനുശേഷം അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി.
പിന്നെ ഡാറ്റ ഫ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാറ്റ ഫ്ലോയ്ക്ക് എന്നോട് പറഞ്ഞത് മിനിമം 40 days എടുക്കും എൻ്റെ ഡാറ്റ ഫ്ലോയ്ക്ക്. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഇത്രയും നാളും ഇങ്ങനെ സമയമില്ല, എൻ്റെ മുമ്പിൽ സമയമില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഇളയ ആളാണ്, എനിക്കിങ്ങനെ ചുമ്മാ ഇങ്ങനെ ആടിപ്പാടി നിൽക്കാനുള്ള സമയമില്ല, ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് നാട്ടുകാരൊക്കെ ചോദിക്കും, എന്താ ഇങ്ങനെ പഠിച്ചിട്ട് ജോലിയൊന്നും ആയില്ലേ, ഇതെല്ലാം എല്ലാവരുടെയും ചോദ്യങ്ങളൊക്കെ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്കിനി ഇത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല, എന്തായാലും എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം, എനിക്കൊരു ജോലി കിട്ടണം. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ഉടമ്പടിയിൽ അതേപോലെ നിന്നു. എനിക്ക് 10 daysനുള്ളിൽ എൻ്റെ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയി. നോർമലി 1 month എടുക്കും എല്ലാ മെഡിക്കൽ ഫീൽഡിലും ഡാറ്റ ഫ്ലോയ്ക്ക്. 15 days to 30 days ആണ് അതിൻ്റെ ഇത്. എനിക്ക് 10 daysനുള്ളിൽ സമയചുരുക്കം നടത്തി മാതാവ് അതിൽ ഇടപെട്ടു. അങ്ങനെ ഞാൻ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തു, എക്സാം പാസ്സായി. ഞാൻ ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ആ സമയത്ത് ഇവിടെ വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ സമയം തീർന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ നേരെ പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഇനി വരുന്ന സമയത്ത് ഞാൻ എന്തായാലും സാക്ഷ്യം പറയുമെന്ന്. അങ്ങനെ ഇപ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നു. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ വെച്ചിരുന്നത്, എൻ്റെ പപ്പയ്ക്ക് BPH ആയിരുന്നു, അതായത് ബെനിങ് പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലാസിയ. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇങ്ങനെ വളരും, അപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇത് പപ്പയ്ക്കിങ്ങനെ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഇടയ്ക്ക് പപ്പ നിർത്തും. അപ്പോൾ ഇതേപോലെ പിന്നെയും മൂത്രം ഒഴിക്കാൻ യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണം പപ്പയ്ക്ക് പറ്റുന്നില്ല. ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്കും പറ്റത്തില്ല. അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, എൻ്റെ പപ്പയുടെ ഈ ബുദ്ധിമുട്ട് എനിക്കിനി കാണാൻ പറ്റത്തില്ല, അതെന്തായാലും പരിശുദ്ധ അമ്മ ഇടപെട്ട് അതിനൊരു തീർപ്പ് തരണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ പപ്പയുടെ നെറ്റിയിലും ഇവിടുന്ന് കൊണ്ടുപോയ തൈലം എന്നും കുരിശുവര കഴിഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് നെറ്റി കൊടുക്കുമായിരുന്നു. പിന്നെ പപ്പയുടെ കയ്യിൽ ആ തൈലം കൊടുക്കും. എന്നിട്ട് പപ്പയോട് ഞാൻ പറയും, പപ്പ അവിടെ തൂക്കണം, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണത്. പപ്പയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന കണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ പപ്പ ഭയങ്കര വിശ്വാസമായി. മമ്മിക്കും അതേപോലെ തന്നെയാണ്. വീട്ടിലെല്ലാവരും ദൈവത്തിൽ ഭയങ്കരമായിട്ട് അടിയുറച്ച് വിശ്വസിക്കുന്നവരുമാണ്. അങ്ങനെ പപ്പ ഇങ്ങനെ പുരട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 1 മാസത്തേന് പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല. പപ്പ നോർമലി യൂറിൻ പാസ് ചെയ്യും, ഒരു കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. അല്ലെങ്കിൽ പപ്പയ്ക്ക് 1 മണിക്കൂർ ഇടവിട്ട് യൂറിൻ പാസ് ചെയ്യണം. അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു എന്നൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മാതാവിൽ നിന്ന് എനിക്കെല്ലാം കിട്ടിയല്ലോ എന്നുള്ളൊരു ചെറിയൊരു ഇതിൽ ഞാൻ കുറച്ച് പിന്നോട്ട് നിന്നപ്പോഴത്തേനും മാതാവ് എന്നെ പിന്നെയും പിടിച്ചു. പിന്നെ പപ്പയ്ക്ക് ഞാൻ അവിടെ ഉള്ളപ്പം പപ്പയ്ക്ക് ഇങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു, എന്നെ പരീക്ഷിക്കുകയാണോ, ഞാൻ ഒന്ന് മാറിയോണ്ട് അപ്പോഴേക്ക് നീ എന്നെ പിടിച്ചല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം മാതാവ് പിന്നെയും ഞാൻ അതിലേക്ക് പിന്നെയും തിരിഞ്ഞു വന്നു, കുമ്പസാരിച്ചു. പിന്നെ ഞാൻ ഇതിലേക്ക് തിരിഞ്ഞു വന്നു. ഞാൻ ഇവിടുന്ന് പോയി കുഴപ്പമൊന്നുമില്ലായിരുന്നു പപ്പയ്ക്ക്. ഞാൻ ദുബായി ചെന്ന് ജോലി ആയില്ല. ആദ്യത്തെ 2 months ജോലി ആവാണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും കറക്റ്റ് പപ്പയ്ക്ക് തീരെ വയ്യാണ്ടായി. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നമ്മളൊന്നും വിചാരിക്കുന്നില്ലല്ലോ. അപ്പം പപ്പ നമ്മൾ വേഗം സർജറിക്ക് ഇതാക്കി. പക്ഷെ അപ്പോൾ പൈസയ്ക്ക് നമുക്കെല്ലാം ഭയങ്കര ഒരു ഇതായിരുന്നു. കറക്റ്റ് സമയത്ത് എനിക്ക് ജോലി കിട്ടി. സാലറി കിട്ടുന്നതിൻ്റെ ഒരു 1 week ബിഫോറാണ് പപ്പയ്ക്ക് ഇങ്ങനെ വന്നത്. എനിക്ക് സാലറി കിട്ടി. അത് എൻ്റെ പപ്പയുടെ സർജറിക്ക് വേണ്ടി എനിക്കത് യൂസ് ചെയ്യാനും പറ്റി. അപ്പം മാതാവ് എല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ജോലി ആവണം, ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് പപ്പയുടെ കാര്യങ്ങളെല്ലാം നടക്കണം എന്നൊക്കെ മാതാവ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാം ക്ലിയർ ആയിട്ട് പപ്പയുടെ സർജറിയൊക്കെ നടന്നു. പപ്പയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, എല്ലാം നോർമലായി, എല്ലാം നന്നായി തന്നെ പോകുന്നു. മെഡിസിനൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെയും കൃപയാൽ നന്മയാക്കി തീർത്തു. പിന്നെ വെച്ചിരുന്നതായിരുന്നു എൻ്റെ വീട് പണി. എത്രയായാലും നമുക്കൊന്ന് പുതുക്കി പണിയണമെന്നുണ്ടായിരുന്നു. അതൊന്നും നടക്കുന്നേയില്ല. വീട് പണി നടക്കുന്നേയില്ല. എന്തൊക്കെയെങ്കിലും തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഇന്ന് യോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും അവിടെ ഒരു കാശ് രൂപം തരികയും ചെയ്തു. അതുകൊണ്ട് വീടിൻ്റെ ഇവിടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടാനും പറഞ്ഞിരുന്നു. ഞാനത് ചെയ്തു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനതെല്ലാം ചെയ്തു. ഇപ്പോൾ വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. ഇപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ വെഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ്.
ഇത്രയും തന്ന ഇത്രയും എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മാതാവ് ഇങ്ങനെ ഉള്ളംകൈയിൽ ഇങ്ങനെ എടുത്തു വെച്ച് നടക്കുന്ന ഫീലാണ് എനിക്ക് എവിടെയും എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഞാൻ ഓടി ചെല്ലും മാതാവിൻ്റെ അടുത്ത്. ഞാനൊരു ഫാർമസിയിലാണ് നിൽക്കുന്നത്. ഫാർമസിയിൽ ഞാൻ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ മുസ്ലിംസാണ്, ഹിന്ദുസാണ്, അവരാണ് മാനേജ്മെൻറ്റ്. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഒരു രൂപമുണ്ട് കൃപാസന മാതാവിൻ്റെ. ആ രൂപം എന്നും ഞാൻ അവിടെ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. അവിടെ DHA ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്കങ്ങനെ രൂപങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കയറിയ അന്ന് മുതൽ ഞാൻ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ രൂപം എൻ്റെ ഫാർമസിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ എന്നും ഡ്യൂട്ടി തുടങ്ങുന്നത്. അതിൻ്റെ കൃപ, അതിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ കമ്പനിക്കും കിട്ടാറുണ്ട്, എനിക്കും എന്നും കിട്ടാറുണ്ട്. എന്നെ എപ്പോഴും ഇങ്ങനെ ഉള്ളംകൈയിലാണ് എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ കൊണ്ട് നടത്തുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് അനുഭവങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് ഞാൻ എന്നും കൂടുതൽ എത്തിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അവിടെ ചെന്നിട്ടും ഞാൻ അവിടെ പത്രം എല്ലാം കൊണ്ടേ കൊടുക്കുമായിരുന്നു അവിടുത്തെ പള്ളിയിൽ. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞായറാഴ്ച കുർബാന ഒരിക്കലും മുടക്കരുതിരുന്നു. അങ്ങനെ ആദ്യം എനിക്ക് വ്യാഴാഴ്ച ദിവസമായിരുന്നു ഓഫ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഞായറാഴ്ചത്തെ പള്ളിയിൽ പോകണം, എനിക്കത് മുടക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്കത് മാറ്റി ഞായറാഴ്ച എനിക്ക് ഓഫായി. ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ലേഡീസ് സ്റ്റാഫ്. എന്നെ ഞായറാഴ്ച എനിക്ക് എപ്പോഴും ഇപ്പം ഞായറാഴ്ചയാണ് ലീവ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അവിടെ പോയതിന് ശേഷം ദുബായിൽ ഇന്നേ വരെ ഒരു കുർബാന പോലും മുടക്കിയിട്ടില്ല. ഒരു ഞായറാഴ്ച കുർബാന പോലും മുടക്കേണ്ട അവസരം വന്നിട്ടില്ല. അങ്ങനെ ഒരു പനി വന്നാൽ പോലും മാതാവ് എന്നെ എടുത്ത് നടത്തും. ആ സമയമാകുമ്പോൾ ഞാൻ തന്നെ എഴുന്നേറ്റ് പോവും. അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് തരത്തിൽ എന്നെ പരിശുദ്ധ കൃപാസന മാതാവ് എന്നെ കൊണ്ട് നടത്തിയിട്ടുണ്ട്. ഇനിയും ഞാൻ ഇവിടെ ഇപ്പം പുതുക്കാൻ വന്നതാണ്, ഞാൻ പുതുക്കിയിട്ടുണ്ട്. ഇനിയും സാക്ഷ്യം പറയാൻ ഈ പരിശുദ്ധ ആൾത്താരെ വരാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ആഗ്രഹിക്കുന്നു. ഒരുപാട് കോടാനുകോടി നന്ദി പറയുന്നു.